നമസ്കാരം, കുട്ടികൾക്കും സുഭാഷാറാണ്. നമ്മളിന്ന് +2 ഇംപ്രൂവ്മെന്റ് റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് നമ്മുടെ ഏത് ചാപ്റ്റർ ആയിരുന്നു? ഏറ്റവും നല്ല ചാപ്റ്റർ വെക്ടർ. നല്ല രീതിയിൽ കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, വെക്ടറും 3Dയും. നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് നന്നായിട്ടൊന്ന് പഠിച്ചെടുത്താൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ, മീൻസ് വളരെ ഈ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് ഫോർമുലയിൽ നിന്നും നമുക്ക് ഒരു ഏകദേശം ഒരു 10-11 മാർക്കോളം നമുക്ക് കിട്ടും. ഇത് കൊണ്ട് നന്നായിട്ട് പഠിച്ചോണം. അതിലൊരു പുതിയ ക്വസ്റ്റൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റൻ ഇല്ല കേട്ടോ, പക്ഷെ എക്സാമിന് വരുന്ന ക്വസ്റ്റനാണ്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മാറ്റങ്ങളോടുകൂടിയുള്ള ക്വസ്റ്റൻ പഠിച്ചോണം. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റൻ ആണ് ഇപ്പം നോക്കുന്നത്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കണ്ടത് ഒരാൾ കാണാതെ പഠിച്ച് എഴുതുന്ന രീതി മാറ്റി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യം വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ വ്യത്യാസമുള്ള ക്വസ്റ്റൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അതാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ അത് പഠിച്ചെടുത്ത് മാറ്റിയെടുക്കണം. മീൻസ് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചത്. ഈ ക്വസ്റ്റൻ തന്നെ നോക്കിക്കേ. അവിടെ എക്സാമിന് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ നമുക്ക് വരാറുള്ളത് എന്താണെന്ന് അറിയാമോ? ഫൈൻഡ് ദ പ്രൊജക്ഷൻ എന്നാണ്. അതൊന്ന് മാറ്റി പിടിച്ചിട്ട് പ്രൊജക്ഷൻ അവർ തന്നിട്ടുണ്ട് കണ്ടോ. ഇഫ് ദ പ്രൊജക്ഷൻ ഓഫ് ദീസ് 2 വെക്ടേഴ്സ് ഈസ് 4 യൂണിറ്റ്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഇത് നമ്മുടെ ക്വസ്റ്റൻ. ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നോക്കണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഒരു രീതി കൂടെ പറയുകയാണെങ്കിൽ ഇയാൾക്ക് നമുക്ക് പേര് എ എന്ന് പേര് കൊടുക്കാം, ഇയാൾക്ക് ആരെന്ന് പേര് കൊടുക്കാം, ബി എന്ന് പേര് കൊടുക്കാം. അപ്പൊ 2 വെക്ടേഴ്സ് കേട്ടോ. അപ്പൊ എ ഈസ് ഈക്വൽ ടു λi പ്ലസ് ജെ പ്ലസ് 4k. ബി ഈസ് ഈക്വൽ ടു 2i പ്ലസ് 6j പ്ലസ് 3k. ഓക്കെ ആണല്ലോ. ഇനി എന്താ നമുക്ക് പ്രൊജക്ഷന്റെ ഫോർമുല എന്ന് എളുപ്പം ഒന്ന് ഓർക്കാൻ ശ്രമിച്ച പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ഓൺ അനദർ വെക്ടർ. ഒരു 5 സെക്കൻഡ്സ് ഞാൻ തരാം. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ. കിട്ടിയോ? ഇല്ലല്ലേ? ഓക്കെ, ഇതാണ് ഫോർമുല. എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ. അപ്പൊ ഇവിടെ പ്രൊജക്ഷൻ ഈസ് ഗിവൺ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി ഈക്വൽ ടു നിങ്ങൾക്ക് ആരും ഇക്വേറ്റ് ചെയ്യാം 4. എന്തുകൊണ്ടാ? പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു 4 ഇംപ്ലൈസ് പ്രൊജക്ഷന്റെ ഫോർമുല എഴുതുക. ഈക്വൽ എത്ര എഴുതുക? 4. എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി. അപ്പൊ ഇനി എ ഡോട്ട് ബി മോഡുലസ് ബി ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. സൈഡിലോട്ട് ഞാൻ മാറ്റങ്ങൾ ചെയ്യാം. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഈ 2 വെക്ടേഴ്സിനെ അടുപ്പിച്ച് എഴുതി ഡോട്ട് എഴുതണം. ദാറ്റ് ഈസ് നോക്കിക്കേ, λi പ്ലസ് ജെ പ്ലസ് 4k. അടുത്തത് 2i പ്ലസ് 6j പ്ലസ് 3k. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ഡോട്ട് എടുക്കുന്നത്? അതൊരു മറ്റൊരു ചെറിയ പ്രശ്നം അല്ലേ. ഡോട്ട് എടുക്കുന്നത് നോക്കണേ, ശ്രദ്ധിച്ചിരിക്കണം. ഐയുടെ കൂടെ ഉള്ളവരെ തമ്മിൽ ഇൻറ്റു. ഇവിടുത്തെ ഐയുടെ കൂടെ ആരാമനെ? ലാംഡ അല്ലെ. ഐയുടെ കൂടെ ഇവിടുത്തെ ഐയുടെ കൂടെ 2, ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു 2 പ്ലസ്. അങ്ങനെയാണ് അടുത്ത് നിങ്ങൾ പറയില്ലയോ. ഇവിടുത്തെ ജയുടെ കൂടെ ആരാമനെ? ആരും ഇല്ലല്ലയോ, 1. ഇവിടെ ആരാ? 6, ദാറ്റ് ഈസ് 1 ഇൻറ്റു 6 പ്ലസ്. ഇവിടെ 4, അവിടെ 3, 4 ഇൻറ്റു 3 ദാറ്റ്സ് എന്തെളുപ്പം അല്ലേ. അപ്പൊ നോക്കിക്കേ, ദാറ്റ് ഈസ് 2 ലാംഡ പ്ലസ് 6 പ്ലസ് 12. ആൻസർ ഈസ് 2 ലാംഡ പ്ലസ് 18. ഇതാണ് നമ്മുടെ എ ഡോട്ട് ബി. അപ്പൊ ഇവിടെ കൊടുക്കേണ്ട വാല്യൂ കിട്ടി. ഇനി മോഡുലസ് ബി കണ്ടുപിടിച്ചിട്ട് അവിടെ കൊടുക്കാം. ദാറ്റ് ഈസ് മോഡുലസ് ബി. ഹൗ ടു ഫൈൻഡ് ദ മോഡുലസ് ഓഫ് എ വെക്ടർ? ദാറ്റ് ക്യാൻ ബി സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ കോഎഫിഷ്യന്റ്സ് ഓഫ് ഐ ജെ കെ. ഇവിടെ ബിയുടെ അല്ലയോ, അപ്പൊ ബി ഇതല്ലയോ, അപ്പൊ 2ന്റെ സ്ക്വയർ 4 പ്ലസ് 6ന്റെ സ്ക്വയർ 36, 3യുടെ സ്ക്വയർ 9. ഇത്രയല്ലേ ഉള്ളൂ, വലിയ കാര്യമൊന്നും അല്ലായിരുന്നു അല്ലേ. 4, 36, 49, 49 റൂട്ട് എടുക്കുമ്പോ 7. ഓക്കെ, അപ്പൊ നമുക്ക് 7 ആൻസർ കിട്ടും. പരിപാടിയൊക്കെ ഈസി. അപ്പൊ ഇത്രയൊന്നും കുഴപ്പമില്ല അല്ലേ. ഇത്രയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും അല്ലേ. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? എന്തൊക്കെ എഴുതി, ബി എഴുതി, പ്രൊജക്ഷൻ ഈക്വൽ 4, ഫോർമുല എഴുതി, ഫോർമുലയ്ക്കുള്ളിലുള്ളവരെല്ലാം സൈഡിൽ പോയി കണ്ടുപിടിച്ചു, തിരിച്ചു വന്നു അല്ലെ. തിരിച്ചു വന്നിട്ട് ഇവിടോട്ട് കൊടുക്കണം. എ ഡോട്ട് ബിയുടെ സ്ഥാനത്തോട്ട് അങ്ങോട്ട് ആരെ കൊടുക്കണം? 2 ലാംഡ പ്ലസ് 18 by modulus b is 7 is equal എത്ര മോനെ? 4. നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നറിയോ? ഇവനെ അങ്ങോട്ടും ക്ലോസ് മൾട്ടിപ്പിൾ. ഇവനൊക്കെ ഇടുന്ന എന്തൊരു ശല്യം വലിയ ഡിനോട്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ ക്ലോസ് മൾട്ടിപ്പിൾ ആക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ 7 into 4 28. ദാറ്റ് ഈസ് 2 ലാംഡ പ്ലസ് 18 ഈസ് ഈക്വൽ ടു 28. 2 ലാംഡ ഈസ് ഈക്വൽ ടു 28 മൈനസ് 18. അവനെ അപ്പുറത്തോണ്ട് 18. ദാറ്റ് ഈസ് 2 ലാംഡ ഈക്വൽ 10. ലാംഡ ഈക്വൽ 10/2 5. കഴിഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. മാത്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ള സബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഇവനെ ഏറ്റവും നല്ലവൻ കേട്ടോ. പക്ഷെ ഇവനെ തിരിച്ചറിയാത്തത് കൊണ്ട് നമുക്ക് അബദ്ധം പറ്റിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ക്ലാസ്സുകൾ ഇങ്ങനെ പ്രതീക്ഷിക്കാം. ഫുൾ ക്ലാസ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുക.